ഒരു പെണ്ണല്ലേ പോണേ? ഈ നേരത്തെ ഇവളത് എവിടെ പോന്നു? ഒന്ന് നിർത്തോ. ആ, എന്ത് പറ്റി മോളെ? ചേട്ടൻ പോകുന്ന വഴിയില് ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ എന്നെ ഒന്ന് ഇറക്കി തരുമോ? അതിനെന്താ, മോള് ധൈര്യമായിട്ട് കയറിക്കോ. താങ്ക് യു. ഏയ്, പുറയിലേക്ക് ഇത് എവിടെ പോകുന്നത്? മുമ്പിൽ ഇതേ സീറ്റ് ഒഴിഞ്ഞ് കിടക്കുന്ന കണ്ടില്ലേ? വാ, വന്ന് കയറ്. താങ്ക്സ് ചേട്ടാ. ആ, പോവാം ചേട്ടാ. പിന്നെന്താ, പോവാലോ. മോക്കെവിടെ പോണ്ടേന്ന് പറഞ്ഞില്ല? എന്നെ ഓട്ടോ കിട്ടുന്ന ഏതെങ്കിലും ജംഗ്ഷനിൽ ഇറക്കിയാൽ മതി. ഞാൻ അവിടെ നിന്ന് പൊയ്ക്കോളാം. ഈ നേരത്ത് എവിടെ ഓട്ടോ കിട്ടാനാ? എവിടാ പോണ്ടേന്ന് പറ, ചേട്ടൻ കൊണ്ടാക്കാം. അല്ല, ചേട്ടൻ എങ്ങോട്ടാ പോകുന്നത്? അത് വിടുന്നേ. മോക്കെവിടെ പോണം അത് പറ. ഇവിടുന്ന് ഒരു 7-8 കിലോമീറ്റർ വരും. തിരുമുക്ക് അറിയോ? അറിയോന്നോ? എനിക്ക് പരിചയമുള്ള സ്ഥലമല്ലേ അത്. പക്ഷേ കാറിലൊക്കെ അവിടം വരെ പോയാ എന്റെ കയ്യിൽ തരാൻ വണ്ടിക്കൂലിയൊന്നുമില്ല. ഞാൻ വണ്ടിക്കൂലി ചോദിച്ചു അതിന്. എന്നാലും അങ്ങനെയല്ലല്ലോ. ദേ, ഈ കാറിന്റെ പുറകെ ഇരിക്കുന്ന സാധനം കണ്ടോ? പോകുന്ന വഴിക്ക് ഇതൊരു ഗോഡൌണി വെക്കണം. അതിനുള്ള സാവകാശം മോക്ക് തരാൻ പറ്റുമോ? അതിനൊരു കുഴപ്പമില്ല. പേടിക്കാനൊന്നുമില്ല. ആ ഗോഡൌണില് ആരും കാണില്ല. അവിടെ എനിക്കൊരു പേഴ്സണൽ മുറിയുണ്ട്. കുറച്ച് സമയം നമുക്ക് അവിടെ ഇരുന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പോവാം. അയ്യോ, അതൊന്നും വേണ്ട. നമുക്ക് പെട്ടെന്ന് പോവാം അവിടുന്ന്. മോള് പേടിക്കണ്ടെന്നേ, ചേട്ടനില്ലേ കൂടെ. ഒരു മണിക്കൂർ എന്തു പറയുന്നു? നോക്കാം. മതി, അത്രയും പറഞ്ഞാ മതി. മോക്ക് എവിടെയാ പോണ്ടേന്ന് വെച്ചാല് അവിടെ ചേട്ടൻ കൊണ്ടാക്കി തരും. എന്താ, കാറൊന്ന് നിർത്തുവോ ചേട്ടാ? എന്താ, എന്നെ ഇഷ്ടപ്പെട്ടില്ലേ? ഇറങ്ങിപ്പോവാനാണോ? അയ്യോ, ഇറങ്ങിപ്പോവാനൊന്നും അല്ല. ചേട്ടനല്ലേ എന്നെ അങ്ങ് ആക്കിത്തരാന്ന് പറഞ്ഞത്. കാറൊന്ന് നിർത്ത്, വേറൊരു കാര്യത്തിനാ. ഈ മോളുടെ ഒരു കാര്യം. എന്നാ നിർത്തി തരാം. എന്തിനാ കാറ് നിർത്താൻ പറഞ്ഞേ? എന്തിനാ ഇപ്പൊ ബോഡി സ്പ്രേ ഒക്കെ എടുക്കുന്നത്? നമുക്കിത് ഗോഡൌണിൽ ചെന്നിട്ട് എടുത്താ പോരെ? ഇതിനെ മണം ഉണ്ടോന്ന് ചേട്ടനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. എന്താ ഇത്? അയ്യോ അമ്മേ, അയ്യോ. നിനക്ക് എന്നെയും കൊണ്ട് ഗോഡൌണിൽ പോണോ അല്ലേ? റെസ്റ്റ് എടുക്ക തൽക്കാലം. നീ ഗോഡൌണിലേക്ക് നീ പോണോന്ന് പറഞ്ഞതും റെസ്റ്റ് എടുക്കാൻ വേണ്ടിയല്ലേ? മാഡത്തിനോട് ഇവൻ അങ്ങനെ പറഞ്ഞു എങ്കിലും ഇവന് കൊടുത്തത് പോരാ. മതി ഹരീന്ദ്ര. രാത്രിയിൽ ഒരു പെണ്ണിനെ തനിച്ച് റോഡിൽ കണ്ട ഒപ്പം ഇവന്റെയൊക്കെ സ്വഭാവം മാറും. പിന്നെ ഗോഡൌണിലോ മറ്റെവിടെയെങ്കിലോ എത്തിച്ചില്ലെങ്കിൽ ഇവറ്റകൾക്ക് സമാധാനം കിട്ടില്ല. അതിനൊക്കെ ഹരീന്ദ്രൻ കൊടുത്ത പോലെയുള്ള മരുന്നാ നല്ലത്. ഇവന് ഞാൻ ഇന്ന് മനസ്സമാധാനം ഉണ്ടാക്കി കൊടുത്തിട്ടേ ഉള്ളൂ. എന്തായി? ദേ കിടക്കുന്നത് കണ്ടില്ലേ? എന്റെ വക മയക്ക സ്പ്രേയും ഹരീന്ദ്രന്റെ വക പൊതിരെ തല്ലും കൊടുത്ത് കിടത്തിയേക്കുക. ഓക്കെ ഹരീന്ദ്ര, സമയം കളയണ്ട. ഇവനെടുത്ത് ആ സൈഡിലേക്ക് കളഞ്ഞേക്കാം. ശരി സാർ. പിടിച്ചോ.
ആ സി കേസിന്റെ സാധനങ്ങളെല്ലാം കാറിലുണ്ടല്ലോ. ആ ചാക്കിട്ടൊക്കെ പുറകിലുണ്ട്. സി കെ സിയുടെ സർവ്വ കള്ളപ്പണവും ഇപ്പൊ നമ്മുടെ കസ്റ്റഡിയിലായി. ഇനി എന്താ ചെയ്യേണ്ടത്? ആ ഹരീന്ദ്ര, കാർ എടുക്ക്. ശരി സാർ. എന്റെ പിന്നാലെ വാ, കേറ്. എന്താ ഇത്? ചാക്ക് നിറയെ നോട്ട് കെട്ടുകളോ? സാറേ ഇതാ ഇത് നോക്കിയേ, ഇതിൽ നിറയെ ഗോൾഡുകളും ഉണ്ട്. ദേ ഇതിൽ കുറെ ഫയലുകളും ഉണ്ട്. ഇയാള് വല്ലാത്ത സാധനമാണല്ലോ ഗൗതം. ഞാൻ കരുതിയതിനേക്കാളും ഒക്കെ അപ്പുറമാണ്. ഇത് മുഴുവൻ സർക്കാരിന് ടാക്സ് അടയ്ക്കാത്ത കള്ളപ്പണവും നാട്ടുകാരെ പറ്റിച്ച സമ്പത്തുമാണ്. ഇവനൊന്നും വെറുതെ വിടരുത് സാർ, നല്ല പണി കൊടുക്കണം. ഇത്രയൊക്കെ കള്ളപ്പണം സമ്പാദിച്ചു കൂട്ടിയിട്ടും ഇപ്പോഴും ആർത്തി പിടിച്ച് നടക്കല്ലേ അയാള്. സി കെ സിയെ പോലെ ഉള്ളവന്മാർക്ക് പണം ഒരു ലഹരിയാ. എത്ര കിട്ടിയാലും മടുക്കില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാ ഗൗതം? വേറെന്ത് ചെയ്യാൻ? ഈ കള്ളപ്പണം കൊണ്ട് തന്നെ ചില കള്ളന്മാരെ ഞാൻ ഒതുക്കും. സോയിൽ ടെസ്റ്റിംഗിന്റെ റിസൾട്ട് ഞാൻ വാങ്ങുകയും ചെയ്യും. ഹരി, സി കെ സിയുടെ കാർ അയാൾ വീടിന്റെ മുന്നിൽ കൊണ്ടിട്ടേക്ക്. നാളെ ഒരു പുതിയ കളി തുടങ്ങാൻ പോവാ. കള്ളം ചെയ്തവനെയും ചെയ്യിച്ചവനെയും